എടുക്കട്ടെ കാക്കട എടുക്കട്ടെ. ശ്രദ്ധിക്കുക. ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഒരാളിവിടെ ഭയങ്കര ഉറക്ക മപ്പിലല്ലേ സോനോ അതാണ് ഭയങ്കര തെറ്റിലാണ്. എന്തെന്നാകുമ്പോൾ ഏട്ടൊരു അനിയത്തിമ്പാടെ എന്തോ തെറ്റാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കരേക്കാട് എക്സ്പോ ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളേക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലൊരു എക്സ്പോ ഉണ്ടായിട്ട് നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ മോശമാണല്ലോ. അപ്പോൾ ഇത്രയും അടുത്തായിട്ട് നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി പോരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോവാം. ചെറിയ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണ്ടെന്നാണ് കേട്ടോ. വലിയ ആൾക്കാർക്ക് മാത്രം ടിക്കറ്റ് 30 രൂപയുള്ള ഒരാൾക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റും, അതായത് ഇങ്ങനെ ഒരു കുളമാണ് കേട്ടോ. ഒരു നീല കളറിലുള്ള കുളം. അതിൽ ആമ്പൽ, അതുപോലെ 4 പുറം നമ്മുടെ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമാട്ടോ കാണാൻ. പിന്നെ നമ്മുടെ പുറത്ത് കാണാൻ പറ്റുന്നത് യന്ത്രഊഞ്ഞാൽ, അതുപോലെ തോണി, ഇതൊക്കെയാണ് നമുക്ക് കയറാനും മക്കൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ചെറിയ ചെറിയ മരങ്ങളാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ മരങ്ങൾ കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ വില അങ്ങനെയല്ല കേട്ടോ. വില 18,000 34,000 ഒക്കെയാണ് അവർ പറയുന്ന റേറ്റ്. ഇനി നമുക്ക് കാണാൻ പറ്റുക ഇതുപോലെ ഓരോരോ സ്റ്റോളായിട്ടാണ്. നമുക്കിതുപോലെ അച്ചാർ, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. നല്ല അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് കാണാൻ പറ്റുക അതുപോലെ ചരിത്ര മ്യൂസിയമാണ്. നമുക്ക് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് പേരൊന്നും അറിയില്ല, പക്ഷെ അതിലിങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ ജനറേഷനൊക്കെ നമ്മളൊക്കെ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ സാധനമൊന്നും ഇപ്പോൾ നമുക്ക് കണ്ട് കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെ ഈ മ്യൂസിയത്തിലൊക്കെ പോയാലേ നമുക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ കോളാമ്പി, അതുപോലെ നമ്മുടെ റേഡിയോ, പഴയകാല റേഡിയോ ഒക്കെ കാണാം. അതുപോലെ ഗ്രാമഫോണ്, പിന്നെ നമ്മളെ ദുബായ് പെട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. നമുക്ക് പിന്നെ ഈ കാണുന്നത് നമ്മുടെ പഴയ കാലത്തെ മൊബൈൽ ഫോണാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പ്രിൻ്ററും കാണാം. പണ്ടത്തെ കാലത്തെ പ്രിൻ്ററാണത്. പിന്നെ ഇത് നമ്മൾ പണ്ടത്തെ കാലത്തെ ക്യാമറകളാണ്. ഇപ്പൊക്കെ ഒരുപാട് ക്യാമറകളുണ്ടല്ലോ, ഒരുപാട് മോഡലിൽ ക്യാമറ. പണ്ട് കാലത്ത് ഇങ്ങനത്തെ ക്യാമറയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റോളിലേക്ക് പോയി. അവിടെ കാണാൻ പറ്റിയത് ഇതുപോലത്തെ ചട്ടികളാണ്, ഇരുമ്പ് ചട്ടികളാണ് കേട്ടോ. മറ്റേ വെള്ളപ്പച്ചട്ടി, അതുപോലെ ഒരുപാട് ചട്ടികളുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് അമ്മക്കൊരു വെള്ളപ്പച്ചട്ടി ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അമ്മ അത് വാങ്ങാൻ നിൽക്കുകയാണ്. അടുത്തത് ഇതുപോലത്തെ ഒരുപാട് വിത്തുകളാണ്. വെജിറ്റബിൾ ഉണ്ട്, അതുപോലെ നമ്മളെ ഫ്ലവേഴ്സ്, സീനിക, അങ്ങനത്തെ ഒക്കെ ഒരുപാട് പൂക്കളുടെ ഉണ്ട് കേട്ടോ. 3 എണ്ണം 50 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഇത് നമ്മളെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു സ്റ്റോള് കാണാം കേട്ടോ. നമ്മളെ മോതിരത്തിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ മോതിരത്തിൻ്റെ ഈ കൂട്ടത്തിൽ നമ്മൾ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന മോതിരം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരത് തലക്കന്ന് ഒരു പെട്ടി എടുത്തിട്ട് കാണിച്ചു തന്നു, ഇതാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മുടെ പേരൊക്കെ എഴുതി കൊടുക്കുന്ന മോതിരമുണ്ട് ഈ കൂട്ടത്തിൽ. അടുത്ത സ്റ്റോള് പപ്പടത്തിൻ്റെയാണ്. നമ്മുടെ ചില്ലി, അതുപോലെ പുതിന, തക്കാളി, എല്ലാതും ഉണ്ട് കേട്ടോ. ഒരുവിധം ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോൾ എനിക്കും ഉമ്മാക്കും അപ്പം തന്നെ അത് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ അത് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 100 രൂപക്ക് നമ്മൾ വാങ്ങി. നമ്മൾ എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ് അത്. അപ്പൊ നമ്മള് പപ്പടം ടേസ്റ്റ് ചെയ്യാനൊന്ന് നോക്കി എടുത്തിട്ടുണ്ട്. പുതിന, പച്ചമുളക്,
നമ്മുടെ കൈത്തറി വസ്ത്രങ്ങളാണ് അതവിടെ വിൽക്കാനും കുറേ ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ ജ്വല്ലറി ഐറ്റംസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ മോതിരത്തിൽ പേരെഴുതി കൊടുക്കുക എന്ന് പറയുന്നത്, അതേപോലെ കീ ചെയിന്, അതുപോലെ എല്ലാത്തിലും അവർ പേരെഴുതി കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റാളാണ് ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു സ്റ്റാള്. അതേതാ ഇപ്പതാ വേഗം മനസ്സിലാവും. നമ്മളെ നെസ്റ്റു ഇതല്ലേ നമുക്ക് വേണ്ടി, നമ്മളെ പണ്ടത്തെ കാലത്തെ നെസ്റ്റു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കഴിച്ചിരുന്ന മിഠായിയാണ് അതായി കാണുന്നതൊക്കെ. വലിയ ഒരുപാട് മിഠായി ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ എന്താ പറയുക, ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി, അതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ സ്പൂണിലുള്ള ഒരു പുളിമിഠായി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ വേറെ വെറൈറ്റി ആയിട്ടാണ് ഇറക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇന്നൊരു മിഠായി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്റ്റാളിലും വെച്ചിട്ട് ഈ ഒരു സ്റ്റാളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കടിച്ചാപ്പറച്ചി, അതുപോലെ ജീരക മിഠായി, വേറെ എന്തൊക്കെയോ കടല മിഠായി, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ അവിടെ നിന്ന് തന്നെ കഴിക്കണമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ എന്തായാലും ഒന്നെങ്കിലും നമുക്ക് വാങ്ങാതെ ഇരിക്കാൻ തോന്നില്ല. നമ്മുടെ പണ്ടത്തെ കാലത്ത് മിഠായി ആർക്കാ ഇഷ്ടമില്ലാത്തില്ലേ, എല്ലാവരും അത് വാങ്ങി നോക്കും. അപ്പോൾ നമ്മളും അവിടെ കാണാൻ കഴിഞ്ഞത് ഇതുപോലെ ഒരുപാട് പേര് അവിടെ നിന്ന് വാങ്ങണതാണ്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. ഈ ഒരു സ്റ്റാൾ മൊത്തം നമ്മൾ കിഡ്സിനുള്ളതാണ്. അവിടെ അവർ അവിടുന്ന് പോരണേ ഇല്ല, എത്ര വിളിച്ചാലും അവർ പോരുന്നില്ല. കാരണം ഇത് കണ്ട എല്ലാവരും ഒന്ന് നിന്ന് എന്താണെന്നെങ്കിലും ഒന്ന് നോക്കുമല്ലോ മക്കൾ. അപ്പോൾ നമ്മൾ ഒരുപാട് കിഡ്സിൻ്റെ സാധനങ്ങളുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു 2 സ്റ്റാളും അടുപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടാണ്. അവിടെയുള്ള ഇല്ലാത്ത ടോയ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അമ്മ അതിൽ ഒരു ബൈക്ക് എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരികയാണ്, അത് അവന് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ നേരത്തെ ഒരുപാട് പേര് ഒരു സ്റ്റാളിൽ കണ്ടില്ലേ, നമ്മളെ നെസ്റ്റു ആ ഒരു സ്റ്റാളിൽ കണ്ടില്ലേ, അതുപോലെ കിഡ്സ് എല്ലാം ഇവിടെയാണ് എല്ലാവരും നിന്ന് വാങ്ങുന്നത്. ഈ ഒരു കടയിലാണ് എല്ലാ കിഡ്സും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ യന്ത്രഊനാലും അവിടെ ആ ഒരു കാണുന്ന ആ ഒരു ലൈറ്റിങ്ങും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷെ നമ്മുടെ വീഡിയോയിൽ അത് മറ്റേ ലൈറ്റ് ഈ നമ്മുടെ ക്യാമറയൊക്കെ അടിച്ചിട്ട് നമുക്കത് നേരെ എടുക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആ ഒരു രാത്രിയാണ് കേട്ടോ ആ ഒരു ഭംഗി, നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ. പിന്നെ ഇവിടെ ഫുള്ള് നമുക്ക് ഐസ്ക്രീം, അതുപോലെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ ഒരു സെക്ഷൻ തന്നെയാണ്. പുറത്താണ് മറ്റേ ഇങ്ങനത്തെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ ഇതാണ്ടോ ഐസ്ക്രീം സ്റ്റാള്, അതുപോലെ നമ്മൾ ഓക്സിജൻ ബലൂണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുറത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ.
അങ്ങനെ മോനിക്കും മോൾക്കും ഓരോ ഓക്സിജൻ ബലൂൺ വാങ്ങിക്കൊടുത്ത് ഇതാ അവരെ നിർത്തിക്കുകയാണ്. അപ്പോൾ അത് ഓക്സിജൻ ബലൂൺ ആണല്ലോ, അപ്പോൾ വിട്ടത് പോകുമെന്ന് പറഞ്ഞിട്ട് മോൻ്റെ കയ്യിലത് അങ്ങനെ ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉമ്മ പിടിച്ചിട്ടുമുണ്ട്. മറ്റേത് കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കൈ വിട്ടു പോകുമെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചില്ല കേട്ടോ. പക്ഷേ നമ്മൾ എൻട്രൂനാലിൽ വരുന്നത് ഒരാൾക്ക് 60 രൂപ. പിന്നെ അതുപോലെ പിന്നെ മരണക്കിണറിൽ നമ്മൾ കയറിയില്ല കേട്ടോ. കാരണം ഉമ്മ പറഞ്ഞു ഞാനില്ല അന്ന്, അപ്പോൾ എനിക്കിപ്പോൾ കയറാൻ പറ്റില്ലല്ലോ സ്റ്റെപ്പ്. അപ്പോൾ ഞാനും അന്നപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ മാത്രം കയറിയില്ല. പിന്നെ ഈ മരണക്കിണറിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ചെറിയ കുട്ടികളുടെ ചെറിയ തരം ബോട്ടിങ് കേട്ടോ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിങ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് മരണക്കിണറിൻ്റെ നേരെ താഴെയാണ് ഇതുള്ളത്. പിന്നെ ഈ ലാസ്റ്റ് ഇതിൽ കാണുന്നത് നമ്മുടെ ഗെയിമിൻ്റെ സെക്ഷനാണ്. ഒരുപാട് ഗെയിം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പ്രൈസായിട്ട് അവർ തരുന്നതാണ്. നമ്മളതൊന്നും നോക്കില്ല കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ അപ്പുറം തന്നെ വേറെ ഗെയിമിൻ്റെ ഒരു സ്റ്റോളും കൂടിയുണ്ട്. സ്റ്റോളെന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ കൂടിയുണ്ട്. വളയം എന്നൊക്കെ എഴുതിയിട്ട് 30 രൂപയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ സിനിമയിൽ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ കളിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ആരും ഗെയിമൊന്നും കളിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് വേഗം സ്ഥലം വിട്ടുമെന്ന് പറയാം. അപ്പോൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കൂപ്പണിൻ്റെ കാര്യം നമുക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളിത് വെറുതെ എഴുതിയിടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഒരുപാട് പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ നാണയമാണ് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു നറുക്കെടുപ്പ്, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി എഴുതി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നമുക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്തായാലും നമുക്ക് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ, കരേക്കാട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തോട്ട എന്നൊക്കെ പറയാം. അപ്പോൾ അത്രയും അടുത്താണ്. അപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിൽ മോശമല്ല. പിന്നെ അതുമല്ല മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് പകൽ ഇവിടെ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെ രാത്രി കാണുന്ന കാഴ്ചയല്ലല്ലോ പകലും ഉണ്ടാവുക. അപ്പോൾ ഒന്നും കൂടി വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എക്സ്പോക്ക് അങ്ങോട്ട് പോണ ഭാഗത്ത് ഇതുപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ നമ്മുടെ ഫുട്ബോൾ അവിടെ ഉണ്ട് തോന്നണം. ഫുട്ബോളിൻ്റെ ഒരു മാച്ച് ഉണ്ട് തോന്നണം. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട് നിൽക്കണം. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവിടുന്ന് വാങ്ങിയ പപ്പടം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പപ്പടമൊക്കെ പൊരിക്കാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു വെള്ളപ്പച്ചട്ടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളപ്പച്ചട്ടി നമ്മൾ നല്ല കനുണ്ട് കേട്ടോ, നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ചട്ടി, വെള്ളപ്പച്ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണ്. എന്നും അതുപോലെ ഉണ്ടാവും. ഞാനിങ്ങനെയുണ്ട് പപ്പടം അടിപൊളി അല്ലേ. അപ്പോൾ നമ്മുടെ വളാഞ്ചേരി അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പോക്ക് പോവുക. കാരണം നമ്മുടെ അവിടെ അടുത്താണല്ലോ. അപ്പോൾ കരേക്കാട് പാടത്ത് പീടിക എന്നാണ് ആ എക്സ്പോ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അവിടെ നിന്ന് പോവുക, എൻജോയ് ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. കാരണം പണ്ടത്തെ ഒരുപാട് സാധനങ്ങൾ കാണാം, അതുപോലെ പണ്ടത്തെ നമ്മുടെ മിഠായി കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ കിട്ടണം എന്നില്ല. പക്ഷേ ഇങ്ങനെ എക്സ്പോ അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ കാണാൻ കഴിയുക. അപ്പോൾ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ എക്സ്പോൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.